ഉൽപ്പത്തി 6:8. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഭൂമിയിൽ ദുഷ്ടത വർദ്ധിച്ചു വരികയും ജനത്തിൻ്റെ ഹൃദയവിചാരങ്ങൾ ദോഷമുള്ളതായി തീരുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മനുഷ്യനെ ഉണ്ടാക്കിയതിൽ ദൈവം ദുഃഖിതനായി തീർന്നു. അതുകൊണ്ട് സർവ്വമനുഷ്യരെ നശിപ്പിച്ചു കളയുവാൻ ദൈവം തീരുമാനിച്ചു. ആ ഭയാനകമായ സാഹചര്യത്തിലാണ് നോഹയ്ക്ക് ദൈവകൃപ ലഭിക്കുന്നത്. ലോകം മുഴുവൻ ദൈവത്തിനെതിരായി തിരിഞ്ഞപ്പോൾ അതിനെതിരായി ദൈവത്തെ ഭയന്നും ദൈവത്തെ അനുസരിച്ചും ദൈവത്തെ ബഹുമാനിച്ചുമൊക്കെ ജീവിച്ച നോഹയെ ദൈവം കണ്ടു. അതുകൊണ്ട് തന്നെ നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നോഹ നീതിമാനും ആ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നുവെന്ന് നാം വായിക്കുന്നു. അത് മുഖാന്തരമാണ് ദൈവകൃപ ലഭിക്കുവാൻ ഇടയായി തീർന്നത്. സർവ്വലോകത്തിലും ഏക വ്യക്തിയെയാണ് ഇപ്രകാരം ദൈവം കണ്ടത്. ഒന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു: ഏത് സാഹചര്യത്തിലും നമുക്ക് ദൈവത്തിനായി നിൽക്കുവാൻ സാധിക്കും എന്നത്. താൻ ഏകനായി ദൈവവ്യവസ്ഥയ്ക്ക് വേണ്ടി നിന്നതുകൊണ്ട് തന്നെ തൻ്റെ കുടുംബത്തെയും ലോകത്തിലെ പാപത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് രക്ഷിക്കുവാൻ സാധിച്ചു. 6:18 യഹോവ നോഹയോട് ഒരു നിയമം ചെയ്യുന്നത് നാം കാണുന്നു. ദൈവത്തിനായി നിന്നതുകൊണ്ട് ദൈവം ആ വ്യക്തിയുമായി ഉടമ്പടി ചെയ്യുന്നതാണ് നാം ഇവിടെ കാണുന്നത്. 7:1 സർവ്വലോകത്തിലും മറ്റാരോടും പറയാത്തൊരു കാര്യം നോഹയോട് ദൈവം പറയുകയാണ്: നോഹയുടെയും കുടുംബത്തിൻ്റെയും രക്ഷയ്ക്കായി പെട്ടകം പണിയുക എന്ന്. ഒരേ ഒരു കുടുംബത്തെ രക്ഷിക്കുവാനായി ദൈവം തീരുമാനിക്കുന്നു. 8:1 ദൈവം നോഹയെ ഓർക്കുന്നു. ആ കുടുംബത്തെ പുറത്തു കൊണ്ടുവരുവാനായി വെള്ളത്തിൻ്റെ ഉയർച്ചയെ ദൈവം നിർത്തലാക്കി. ആ കുടുംബത്തെ പുറത്തു കൊണ്ടുവന്നു. നോഹ ദൈവത്തിന് യാഗപീഠം പണിത് യാഗം കഴിച്ചു. ആ സൗരഭ്യവാസന മണത്തപ്പോൾ മാനവകുലത്തെ ഇനി വെള്ളം കൊണ്ട് നശിപ്പിക്കുകയില്ല എന്ന് ദൈവം തീരുമാനിക്കുന്നു. ഒറ്റ വ്യക്തി നീതിമാനായി ജീവിച്ചതുകൊണ്ട് ആ കുടുംബത്തിലെ മറ്റ് 7 പേരെയും രക്ഷിക്കുവാൻ ദൈവം തീരുമാനിച്ചു. ആ ഒറ്റ വ്യക്തി മുഖാന്തരം ലോകത്തിന് മുഴുവൻ രക്ഷ ലഭിക്കുവാൻ ഇടയായി തീർന്നു. ഇനി വെള്ളത്താൽ നശിപ്പിക്കപ്പെടുകയില്ല എന്ന ഉറപ്പ് ലഭിക്കുവാൻ ഇടയായി തീർന്നു. നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ സമൂഹത്തിൽ നിന്നൊക്കെ നാം ഒറ്റയ്ക്കായിരിക്കാം ദൈവത്തിനായി നിൽക്കുന്നത്. അനേകം പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകേണ്ടി വന്നേക്കാം. എന്നാൽ അത് വലിയ ദൈവപ്രവൃത്തികളുടെ അടിസ്ഥാനമായി തീരും. ഒറ്റയ്ക്കായാലും നമുക്ക് ദൈവത്തിനായി ഉറപ്പോടെ നിൽക്കാം. ദൈവം നമ്മെ ഓർക്കും, വിടുവിക്കും, ദൈവമഹത്വം വെളിപ്പെടുത്തും. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഒറ്റയ്ക്കാണെങ്കിലും അങ്ങേക്കായി നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മേൽ അങ്ങയുടെ കൃപ പകരണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.